blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക്, ഇന്നത്തെ മാത്രമല്ല ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ളവർ എന്നോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്കവരെ അനുഗ്രഹിക്കാം. നല്ല കർത്താവേ, സുജിത്ത് തരകനും കുടുംബത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവെ, കുടുംബത്തിലെ ഓരോരുത്തർക്കും നല്ല ആരോഗ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലേഖ ജോർജിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 3 മക്കൾക്കും നല്ല വിദ്യാഭ്യാസ നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ, നല്ല ഭാവി നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ്, ഞങ്ങൾ ചേർന്ന് സാബു വർഗീസിനും കുടുംബത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ജീൻ സാബുവിൻ്റെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കുന്നല്ലോ. ഞങ്ങൾ ചേർന്ന് ആ മകനെ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാബുവിനെയും മിനിയെയും എല്ലാ നന്മകളാലും ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ 2 പേർക്കും നല്ല ആരോഗ്യത്താൽ അങ്ങ് കർത്താവ് നിറയ്ക്കണമേ, അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജീൻ. ഗോഡ് ബ്ലെസ് യു. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് നീതു ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ നല്ലൊരു ജീവിത പങ്കാളിയെ, US വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെ കർത്താവെ നിൻ്റെ മകൾക്കങ്ങ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ കർത്താവെ, കൊല്ലത്ത് നിന്നുള്ള ആ സഹോദരന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ആ വെൽവിഷർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് പെൻഷൻ എത്രയും വേഗം ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ, തൻ്റെ ജീവിതത്തെ സമാധാനത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്കായി പ്രാർത്ഥിക്കുന്നു. +2 ബോർഡ് എക്സാമിന് നല്ല റിസൾട്ട് അങ്ങ് കൊടുക്കണമേ. ഇന്നത്തെ ഓരോ സ്പോൺസറേയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ചെന്നൈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഏപ്രിൽ 10 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഏപ്രിൽ 11 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 25. സിസ്റ്ററിൻ്റെ പേര് സൂസമ്മ മാത്യു എന്നാണ്. കഴിഞ്ഞ 2012 2 വർഷങ്ങൾക്ക് മുൻപ് KPS മേനോൻ ഹാളിൽ നടന്ന കോട്ടയം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ താൻ അന്ന് ആദ്യമായിട്ട് കടന്നു വന്നു. അന്ന് കടന്നു വന്നപ്പോൾ 3 വർഷത്തോളമായിട്ടുണ്ട് അല്ലേ? അതെ, തൻ്റെ ജീവിതത്തിലെ വലിയ 2 പ്രാർത്ഥനാ വിഷയമായിട്ടാണ് താൻ വന്നിരുന്നത്. അന്ന് അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി കൊടുക്കുന്ന കൂട്ടത്തിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം തൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു. അത് മകന് 33 വയസ്സുണ്ടായിരുന്നു. ഇതുവരെയും വിവാഹം റെഡി ആയിട്ടില്ല. മകൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ ജോലി ഉണ്ടെങ്കിലും വിവാഹം ശരിയാകുന്നില്ല. ഇവർ പല രീതിയിലും പല കാര്യങ്ങളും പല ആലോചനകൾ വന്നെങ്കിലും ചില കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടു പോകും, അത് മുടങ്ങിപ്പോകും. ഈ ഒരു വലിയൊരു വേദനയുമായിട്ടാണ് താൻ അന്ന് അവിടെ വന്നത്. അതുകൂടാതെ തൻ്റെ ഭർത്താവ്, ഈ ആൻറ്റി വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷത്തിന് മുകളിലായി, ഏകദേശം 25 വർഷമായിട്ടുള്ള മദ്യപാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ഏകദേശം എല്ലാ ദിവസങ്ങളും അദ്ദേഹം മദ്യപിക്കും മാത്രമല്ല വീട്ടിൽ വന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, ബഹളങ്ങളുണ്ടാക്കും. ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലായിരുന്നു താൻ അന്ന് അവിടെ വന്നിരുന്നത്.
ഈ 2 പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥനാ വിഷയത്തിൽ എഴുതി. കൂടാതെ അന്ന് പോകുമ്പോൾ ഒരു പ്രേയർ ഡയറി താൻ വാങ്ങിച്ചു. അതാണ് തൻ്റെ കയ്യിൽ ഇന്നും ഇരിക്കുന്നത്. ആ പ്രേയർ ഡയറിയിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ന ഭാഗത്ത് ഈ 2 പ്രാർത്ഥനാ വിഷയവും താൻ എഴുതി വെച്ചു. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്: പ്രേയർ ഡയറിയിലൂടെ അത്ഭുതങ്ങൾ പലതും താൻ കണ്ടിട്ടുണ്ട്. ആ ഒരു അത്ഭുതത്തിൻ്റെ വിശ്വാസത്തോടുകൂടി താൻ എഴുതി വെച്ച ആ 2 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി താൻ എല്ലാ ദിവസവും എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ബ്ലെസ്സിങ് ടുഡേയിലൂടെ ബ്രദർ ടി വിയിലൂടെ പ്രാർത്ഥിക്കുമ്പോഴും താൻ കൈനീട്ടി ടി വി സ്ക്രീനിന് നേരേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കും. ഇതുപോലെ മദ്യപാനം മാറിയവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തൻ്റെ ഭർത്താവും അതുപോലെ ഒരു ദിവസം മദ്യപാനം മാറുമെന്ന വിശ്വാസമൊക്കെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്: പ്രേയർ ഡയറിയിൽ എഴുതി കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ മകൻ ദുബായിൽ നിന്ന് ഒരിക്കൽ കൂടി നാട്ടിലോട്ട് ലീവിന് വന്നു. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ വളരെ പെട്ടെന്ന് അത്രയും നാളും വന്ന ആലോചന പോലെയല്ല, ഏറ്റവും നല്ല ജോലിയുള്ള, നല്ല കുടുംബ പാരമ്പര്യമുള്ള ആ പെൺകുട്ടി സൗദിയിൽ വർക്ക് ചെയ്യുകയാണ്. ആ ഒരു വിവാഹാലോചന വന്നു. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ വളരെ പെട്ടെന്നായിരുന്നു ഓരോ കാര്യങ്ങളും നടന്ന് മകൻ്റെ വിവാഹം 2013 നടന്നു. ഇന്ന് അവർ ഒരുമിച്ച് ദുബായിൽ ഒരുമിച്ച് താമസിക്കുകയാണ്, അവിടെ ജോലി ചെയ്യുകയാണ്. അതുകൂടാതെ 25 വർഷമായിട്ടാണ് ഭർത്താവിൻ്റെ മദ്യപാനം ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച മദ്യപാനം പൂർണ്ണമായി താൻ പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഇന്ന് ഒരു തുള്ളി മദ്യപാനം എന്നത് തൻ്റെ ജീവിതത്തിലില്ല. താൻ പൂർണ്ണമായി മദ്യപാനം നിർത്തി. ഇപ്പൊ എത്ര നാളായി സിസ്റ്റർ മദ്യപാനം മാറ്റിയിട്ട്? ഒരു വർഷം 3 മാസമായി. 1 വർഷം കൃത്യമായ കണക്കാണ്. ഭാര്യമാർക്കാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് പറയാം, ഭാര്യമാർക്കാണ് മദ്യപാനം നിർത്തിയാലുള്ള കൃത്യമായ കണക്കുള്ളത്. 1 വർഷവും 3 മാസമായി. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയിനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വചനം ദയവായി വായിച്ചാലും. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധ്യമല്ല. 2 യജമാനന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞു 2 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതൊക്കെ 2 ഉള്ളത് വളരെ നല്ലതാണ്. പക്ഷെ ഇവിടെ പറയുന്നു 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധ്യമല്ല. അടുത്ത ഭാഗം: ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിച്ച് മറ്റവനെ സ്നേഹിക്കും. അടുത്ത ഭാഗം: അല്ലെങ്കിൽ ഒന്നാമനോട് പറ്റിച്ചേർന്ന് മറ്റവനെ തള്ളിക്കളയും. നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും സേവിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിപ്പാൻ സാധ്യമല്ല. അല്ലെങ്കിൽ പഴയ ട്രാൻസ്ലേഷനിൽ, നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ട്രാൻസ്ലേഷൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ സാധ്യമല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു 2 യജമാനന്മാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരാൾക്കും സാധ്യമല്ല. 2 കൈ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം, 2 കാലിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം, 2 കണ്ണിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം, 2 വൃക്കകളെ ഒരുമിച്ച് കൊണ്ടുപോകാം, 2 മക്കളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. ഇങ്ങനെ പലതും ഒക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. നാട്ടുഭാഷയിൽ പറഞ്ഞ 2 ഭാര്യമാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? 2 ഭർത്താക്കന്മാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇമ്മിണി പ്രയാസമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നു 2 യജമാനന്മാരെ ഒരിക്കലും ഒരാൾക്കും ഒരുപോലെ സേവിക്കാനായിട്ട് സാധ്യമല്ല. ബ്ലെസ്സിങ് ടുഡേ ടീൻസ് ആൻഡ് യൂത്ത് ക്യാമ്പ് ഏപ്രിൽ 13, 14, 15 ദിവസങ്ങളിൽ നടക്കുകയാണ്. അതിലേക്ക് എല്ലാ മാതാപിതാക്കളോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ടീൻസിലുള്ള 13 വയസ്സ് മുതൽ അങ്ങോട്ട് ഉള്ള 25 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ടീൻസിലും യൂത്ത്സിലും ആയിട്ടുള്ള നിങ്ങളുടെ മക്കളെ തീർച്ചയായും വിടണം. ഇന്ന് തന്നെ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ആ 3 ദിവസം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ലൈഫിൽ വലിയ ചേഞ്ച്, ഒരുപക്ഷെ ജീവിതം മുഴുവൻ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവരുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ.
യൂത്ത്സിന് വേണ്ട പ്രത്യേക പ്രോഗ്രാമുകളെല്ലാം അതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമുള്ള സന്ദേശങ്ങൾ, ആ കാലഘട്ടത്തിനും അവരുടെ പ്രായത്തിനും ആവശ്യമുള്ള സന്ദേശങ്ങൾ അവർക്ക് ലഭിക്കും. There will be so much activities and fun and game, worship sessions. തീർച്ചയായിട്ടും യൂത്ത്സിനെ അതിലേക്ക് വിടുക. കർത്താവ് അതിലൂടെ വൻകാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണ സന്ദേശങ്ങളാണ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. യേശു കർത്താവ് ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് സംസാരിച്ചിരുന്ന ഭാഗം. ഇസ്രായേലിൽ ചെല്ലുമ്പോൾ ആ മലയിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ആ മലയുടെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ യേശു എന്നൊന്ന് പറഞ്ഞാൽ മതി. ആ യേശു എന്നുള്ളത് എന്താ പറയുക, മാറ്റൊലികളായിട്ട് അല്ലെങ്കിൽ ഒരു എക്കോ പോലെ അത് താഴ്വാരത്തിലേക്ക് ഇങ്ങനെ പോകും. എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, 5000 പുരുഷന്മാർക്കാണ് യേശു കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത്. എങ്ങനെ യേശു 5000 പേരോട് മൈക്രോഫോൺ ഇല്ലാതെ സംസാരിച്ചു? ഇസ്രായേലിലേക്ക് ചെല്ലൂ, അവിടെ ചെന്നിട്ട് നിങ്ങളൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചു നോക്കൂ. എത്ര എക്കോയാണ്, എത്ര മാറ്റൊലിയാണ് നമുക്കവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ വളരെ ദൂരേക്ക് നമ്മുടെ വാക്കുകളെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്ന കാറ്റാണ് ഗലീല തടാകത്തിൻ്റെ കരയിൽ ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഈ ഭാഗത്ത് അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളാണ് സത്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം കൃത്യമായി മനസ്സിലാകുമായിരുന്നു. എന്നാൽ നമ്മുടെ സമയക്കുറവ് കൊണ്ട് അതിൻ്റെ 19 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിൽ 19, 20 2 വചനങ്ങൾ നാം കാണുമ്പോൾ 2 തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് യേശു കർത്താവോട് പറയുന്നുണ്ട്. ആ 2 നിക്ഷേപം ശരിയാകില്ല എന്നും പറയുന്നുണ്ട്. ഒന്നുകിൽ ഭൂമിയിലെ നിക്ഷേപം, അല്ലെങ്കിൽ പുഴുവും തുരുമ്പും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്തതുമായിട്ടുള്ള സ്വർഗത്തിലെ നിക്ഷേപം. ഏതിലാണോ നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത് അവിടെയായിരിക്കും നിങ്ങളുടെ മനസ്സുണ്ടാകുക എന്ന് യേശു കർത്താവ് പറയുന്നു. രണ്ടാമതായിട്ട് അതിൻ്റെ 21, 22, 23 വേദഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ 2 തരത്തിലുള്ള ഹൃദയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എല്ലാം നല്ലതായിരിക്കും. കണ്ണ് അന്ധകാരത്തിൻ്റെ കീഴിലാണെങ്കിലോ എല്ലാം അന്ധകാരമയമായിരിക്കും എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 2 തരത്തിലുള്ള ഹൃദയങ്ങൾ. നമ്മുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടെങ്കിൽ നാം ജീവിക്കുന്നത് പ്രകാശത്തിലായിരിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് അന്ധകാരമാണെങ്കിൽ, യേശുവില്ലാത്തൊരു ഹൃദയമാണെങ്കിൽ നാം ജീവിക്കുന്നത് അന്ധകാര നിബിഡമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ആത്മീകമായി കൂരിരുട്ടിലായിരിക്കും നാം ജീവിക്കുന്നത്. അതിനുശേഷം യേശു കർത്താവ് പറയുന്നു, ഇനി പണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഹൃദയത്തെക്കുറിച്ചുമല്ല യേശു പറയുന്നത്, മറിച്ച് 2 യജമാനന്മാരെ കുറിച്ച് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. ഉറക്കെ പറയാമോ? 2 യജമാനന്മാർ. ഈ കൈയൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പറയാമോ? എത്ര യജമാനന്മാരുണ്ട്? 2 യജമാനന്മാർ. അവിടെ എഴുതിയിരിക്കുന്നു, ഒരാൾക്കും 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ സാധ്യമല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. അങ്ങനെ ആരാ 2 യജമാനന്മാരെ ഒരാൾ സേവിക്കുക? യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അന്നൊക്കെ അടിമ കച്ചവടങ്ങൾ അല്ലെങ്കിൽ അടിമകളുടെ കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. ഇന്നുണ്ടായിരുന്നത് പോലെ ഡെമോക്രസി അഥവാ ജനാധിപത്യങ്ങൾ ഇത്രയും കാര്യക്ഷമമായി അന്നത്തെ കാലത്ത് രാജ്യങ്ങളിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അടിമകൾ ധാരാളമായി ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു യേശു കർത്താവിൻ്റെ കാലഘട്ടം എന്നുള്ളത്. അന്നത്തെ കാലത്ത് ഒരു ധനികനായ ഒരു യജമാനൻ ഒരു വ്യക്തിയെ അടിമയാക്കി കഴിഞ്ഞാൽ, എന്നെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? അടിമയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ആ എല്ലാ അടിമകളെയും പൂർണ്ണമായിട്ട് തൻ്റെ വീട്ടിനകത്തോ തൻ്റെ ജോലി സ്ഥാപനത്തിനകത്തോ അദ്ദേഹത്തിന് ആവശ്യമില്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അയാൾ ചെയ്യുന്നത് ചില മണിക്കൂറുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് വേണ്ടി തൻ്റെ അടിമയെ മറ്റൊരു യജമാനന് വാടകയ്ക്ക് കൊടുക്കും.
നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരുണ്ടെന്ന് കരുതുക. ആ ജോലിക്കാരെ രാവിലെ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാനും ആ അടുത്ത വീട്ടിലേക്ക് ഉച്ച കഴിഞ്ഞിട്ട് വാടകയ്ക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് യജമാനന്മാർ അടിമകളെ സ്വന്തമാക്കി കഴിയുമ്പോൾ തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൂടാതെ അടുത്ത യജമാനന്മാർക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ അടിമയുടെ യഥാർത്ഥ യജമാനൻ തന്നോടൊരു കൽപ്പന പുറപ്പെടുവിച്ച് കാണും. അപ്പോൾ തന്നെ തനിക്ക് വാടകയ്ക്ക് കൊടുക്കപ്പെട്ട ആ യജമാനനും തന്നോട് മറ്റൊരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടാകും. ഈ രണ്ട് കൽപ്പനയുടെയും നിയമങ്ങളുടെയും ഇടയിൽ കിടന്ന് അടിമകൾ സാധാരണ വിഷമിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പൊതുവിൽ അടിമകളെ സംബന്ധിച്ചിടത്തോളം, ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ജോലി പൂർത്തിയാക്കാൻ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതേ തനിക്ക് ചെയ്യാൻ സാധിക്കാറുള്ളൂ, മറ്റേയാളുടെ തനിക്ക് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ആ ഒരു പശ്ചാത്തലത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്കും രണ്ട് യജമാനന്മാരെ ഒരിക്കലും ഒരുമിച്ച് സേവിക്കാനായിട്ട് സാധ്യമല്ല. മനസ്സിലായവരുണ്ടെങ്കിൽ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. എന്തുകൊണ്ട് സേവിക്കാൻ സാധ്യമല്ല? യേശു കർത്താവ് തന്നെ അതിൻ്റെ കാരണങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ഒരാളെ ദ്വേഷിച്ച് തൻ്റെ ഒറിജിനൽ യജമാനനെ വെറുത്തിട്ട് മറ്റേയാളോട് താൻ എന്ത് ചെയ്യും? സൗമ്യമായിട്ട് പെരുമാറും. അല്ലെങ്കിൽ മറ്റേയാളോട് താൻ എന്ത് ചെയ്യും? അയാളെ സ്നേഹിക്കും. അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് മറ്റേയാളെ, ആ ഭാഗം ഒന്ന് വായിച്ചു തരാമോ? ഒന്നുകിൽ ഒരുവനെ ദോഷിച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒന്നാമനോട് പറ്റിച്ചേർന്ന് മറ്റവനെ തള്ളിക്കളയും. ഒന്നുകിൽ ആദ്യത്തെ ആളെ ദ്വേഷിച്ച് വെറുത്തിട്ട് മറ്റേ ആളെ സ്നേഹിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളെ പറ്റിച്ചേർന്നിട്ട് മറ്റേ ആൾ എന്ത് ചെയ്യും? വിട്ടുകളയും. ഒരു യജമാനനെ മാത്രമേ ഒരു ദാസന് സേവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഈ യജമാനന്മാർ എന്ന് പറയുന്നൊരു വലിയ സംശയമുണ്ടായിരിക്കും. മറ്റാരുമല്ല, അവിടെ താഴെയുള്ള ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട് ആരൊക്കെയാണ് ആ യജമാനന്മാർ. ഒന്നുകിൽ ദൈവം, അല്ലെങ്കിൽ ധനം. അതിൻ്റെ അർത്ഥം ദൈവമെന്ന യജമാനനെയും ധനമെന്ന് പറയുന്ന അടുത്ത യജമാനനെയും, രണ്ട് യജമാനന്മാരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമേ അല്ല. ഒന്നുകിൽ ധനമെന്ന് പറയുന്ന യജമാനനെ സ്നേഹിച്ചിട്ട് ദൈവമെന്ന് പറയുന്ന യജമാനനെ നാം തള്ളിക്കളയും, അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന യജമാനനെ സ്നേഹിച്ചിട്ട് ധനമെന്ന് പറയുന്ന യജമാനനെ നാം തള്ളിക്കളയേണ്ടതായിട്ട് വരും. ഇത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവമെന്നുള്ളതും പണമെന്നുള്ളതും ധനമെന്നുള്ളതും ഇത് രണ്ടു പേരും ഒരിക്കലും ജോലിക്കാരുടേത് പോലെയല്ല, അവർ യജമാനന്മാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഗോഡ് ആൻഡ് മണി ആർ നോട്ട് എംപ്ലോയേഴ്സ്, ബട്ട് ദേ ആർ മാസ്റ്റേഴ്സ്. അവർ എല്ലായ്പ്പോഴും യജമാനനെ പോലെയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ദൈവം നമ്മുടെ യജമാനനാണ്, ദൈവം നമ്മുടെ കർത്താവാണ്, ദൈവം നമ്മുടെ രാജാവാണ്, ദൈവത്തെ നാം അനുസരിക്കേണ്ടതാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ അതിൻ്റെ ധാരണയുണ്ട്. എന്നാൽ ധനം നാം അറിയാതെ, പണം നാം അറിയാതെ നമ്മുടെ യജമാനനാകുമോ എന്നത് പലർക്കും അറിയില്ല. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ധനമെന്ന് പറയുന്ന യജമാനൻ്റെ അടിമയായി പോകും. പലപ്പോഴും ഇന്ന് ലോകത്ത് നാം കണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യർ പലപ്പോഴും ദൈവത്തെക്കാൾ അധികം, ദൈവമെന്നുള്ള യജമാനനേക്കാൾ അധികം, ഗോഡ് എന്ന് പറയുന്ന ഫാക്ടറിനേക്കാൾ അധികം ഗെയിൻ അഥവാ നേട്ടം, ധനം, ഇതിൻ്റെ അടിമകളായിക്കൊണ്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഈ യജമാനൻ, ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് യജമാനന്മാരെ ഒരാൾക്കും സേവിക്കാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ഏതൊരു യജമാനനും പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടിയുള്ള പ്രതിബദ്ധതയാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
ഏതൊരു യജമാനനും തൻ്റെ ദാസൻ തനിക്ക് വേണ്ടി മാത്രം പൂർണ്ണമായി പ്രവർത്തിക്കണം. മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അയാൾക്ക് ഇഷ്ടമേ അല്ല. ആദ്യമേ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്തതാണ്. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയിനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ആ ദൈവത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ ഈ സ്ക്രീനിലേക്ക് കൈകളെ നീട്ടിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കുമായി ദൈവമേ ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ രോഗങ്ങളെ അങ്ങ് എടുത്തു മാറ്റണമേ. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങ് വഹിച്ചവനാണല്ലോ. ഇപ്പോൾ കർത്താവെ, രോഗികളായ എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ ഹെഡേക്സ് യേശുവിൻ്റെ നാമത്തിൽ, ആ തലവേദന യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കരളിൻ്റെ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന, ഏതോ ദ്രാവകം കെട്ടിക്കിടക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ നട്ടലിനകത്ത് സാരമായ തകരാറുകളുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് പൂർണ്ണമായും സൗഖ്യമാക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കിഡ്നികളിലുള്ള തകരാറുകൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. 2 കിഡ്നികളും പ്രവർത്തിക്കാത്ത ആ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ യൂറിനറി ട്രാക്കിന്, മൂത്രനാളിക്ക് തകരാറുള്ള ബ്ലോക്കോ പ്രയാസങ്ങളോ ആയിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. നിങ്ങളൊരു ക്യാൻസർ രോഗിയാണെങ്കിൽ ഈ സമയത്ത് യേശു കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ അഥവാ യേശുവിൻ്റെ പുറത്ത് റോമൻ പടയാളികൾ അടിച്ച 39 അടികളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക മാത്രമല്ല, വാഗൊണ്ട് അത് പറയുക. യേശു കർത്താവേറ്റ അടികളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. കർത്താവ്, ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ചിത്ര എന്നു പേരുള്ളൊരു സഹോദരി, ക്യാൻസർ ബാധിച്ച ആ സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. പൂർണ്ണ സൗഖ്യം ആ ശരീരത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ് ഇൻ ജീസസ് നെയിം. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അങ്ങനെയുള്ളവർ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ, സൗഖ്യമാകാൻ തുടങ്ങട്ടെ. കർത്താവെ, നിൻ്റെ കരം ഓരോരുത്തരെയും സ്പർശിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. പൂർണ്ണ വിടുതൽ കർത്താവെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗമോ പ്രയാസമോ വിഷമമോ എന്താണെങ്കിലും
ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി അകത്ത് വിശ്വസിക്കുക, യേശു എനിക്ക് വേണ്ടി അത് ചെയ്തു തരും. കർത്താവെ, ഈ സമയത്ത് ഏത് പ്രയാസത്തിലുമായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വലിയ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു, ജനത്തെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളോ CD-കളോ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക, ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നമുക്ക് ഇതേ ചാനലിൽ ഇതേ സ്ലോട്ടിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.